ചർച്ച ചെയ്തൊരു വിഷയം ക്യാബിനറ്റ് അറിയാതെയും മറ്റു രൂപത്തിൽ ഉള്ള ബന്ധപ്പെട്ട നയപരമായ കാര്യം അറിയാതെയും ഒപ്പിടുന്ന അവസ്ഥയിലേക്ക് പോയെന്ന് ഇതുവരെ വ്യക്തമാക്കിയില്ലല്ലോ മന്ത്രി. വ്യക്തമാക്കട്ടെ. അത് വ്യക്തമാക്കണമല്ലോ. എനിക്കറിയില്ല, എൻ്റെ കയ്യിൽ വരുന്ന ആളൊന്നുമല്ല ഒന്നും. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ്. അത് എന്താണെന്ന് വ്യക്തമാകുമ്പോഴല്ലേ കാര്യങ്ങളിലേക്ക് ചർച്ച ചെയ്യാൻ പറ്റൂ. വീണ്ടും മന്ത്രിസഭയിലേക്ക് വിഷയം വരേണ്ട സാഹചര്യം ഉണ്ടോ? അല്ല, എന്താണെന്ന് അതിനനുസരിച്ചല്ലേ പിന്നെ കാര്യങ്ങൾ. ഇനി വന്നിട്ടെന്താ കാര്യം? എല്ലാം ഒപ്പിട്ടല്ലോ. പശുവും ചത്ത് മൂറിലെ പുളിയും പോയി. അത് നിങ്ങളുടെ കാഴ്ചപ്പാടല്ലേ, ഞങ്ങളുടെ കാഴ്ചപ്പാട് അതല്ലല്ലോ. 22-ാം തീയതിയാണ് ക്യാബിനറ്റ് യോഗം നടന്നത്. പക്ഷേ 16-ാം തീയതി ഒപ്പിട്ടെന്നാണ്, MOU ഒപ്പിട്ടെന്നാണ് പുറത്തു വരുന്നത്. അതെല്ലാം പുറത്ത് വരട്ടെ. എന്താണ് അങ്ങനെ ഒരു ഒപ്പിടാൻ വേണ്ടി പ്രേരിപ്പിച്ച പ്രേരക ഘടകം എന്ന് വ്യക്തമാക്കട്ടെ. അത് വ്യക്തമാക്കേണ്ട അല്ല, അതല്ലേ പറയേണ്ടത്. അത് പറഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റൂ എന്താണ് ഈ ക്യാബിനറ്റിനെ ചർച്ച ചെയ്ത ക്യാബിനറ്റിനെ ഒഴിവാക്കി ക്യാബിനറ്റ് അറിയാതെ LDF നേതാക്കന്മാർ നയപരമായുള്ള വിഷയം അറിയാതെ ഒപ്പിടാനുള്ള സാഹചര്യം എന്താണെന്ന് വിശദീകരിക്കും. ധാരണാപത്രം ഒപ്പിട്ട് ഇനി എന്താ സമയം അതിനകത്ത് കാര്യം? അതൊക്കെ രണ്ടാമത്തെ കാര്യം. വിശദീകരിച്ചാൽ അതിൽ തൃപ്തരാകുമോ? ഏത് കാര്യത്തിനാണ് തൃപ്തരാകുമോ? ഈ തൃപ്തിയാവുന്ന വിഷയമല്ല, ആദ്യം വരട്ടെ. എന്തുകൊണ്ട് മുന്നണിയിൽ ചർച്ച ചെയ്യാതെ മനസ്സിലാക്കട്ടെ വ്യക്തമായ എല്ലാ വിവരങ്ങളും.